ISLലെ ദ വേഴ്സ്റ്റ് എവർ സ്റ്റാർട്ടിന് ശേഷം ഇനി മഞ്ഞപ്പട തിരിച്ചു വരേണ്ട സമയമാണ്. ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ളത് വേണമെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഡെർബി പോരാട്ടമാണെന്നൊക്കെ പറയാം. സൗത്ത് ഇന്ത്യയിലെ അവരുടെ വലിയ എതിരാളികളിൽ ഒരാളായ ചെന്നൈയിൻ FC അവസാന മാച്ചിൽ പോയിന്റ് നേടിയെങ്കിലും ചെന്നൈയും നമ്മളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ടീമാണ്. എങ്കിലും അവരുമായിട്ടുള്ള മാച്ച് ഒട്ടും തന്നെ എളുപ്പമാവില്ല. 4-2-3-1 സിസ്റ്റമാണ് ചെന്നൈയിൻ ഉപയോഗിക്കുന്നത്. ഡബിൾ പിവറ്റ് മിഡ്ഫീൽഡും മുന്നിലൊരു ക്രിയേറ്റീവ് നമ്പർ 10ഉം. മിഡ്ഫീൽഡിലെ തലച്ചോറായി ISLലെ തന്നെ മികച്ച താരങ്ങളിൽ ഒരാളായ ആൽബർട്ടോ നുഗ്വേര. ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാനും ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് ചെയ്യാനും കഴിവുള്ള താരം. സ്ട്രൈക്കിംഗ് ത്രെറ്റിൽ ഇർഫാൻ യാദ്വാദ്. ഇനിഗോ മാർട്ടിൻ ടീമിനുള്ളപ്പോൾ ലഭിക്കുന്ന സ്പേസും ഫ്രീഡവും യാദ്വാദിനെ അപകടകാരിയാക്കുന്നുണ്ട്. ഡിഫൻസിൽ എഡ്വാർഡോ കാവു. എയർ ബോളിൽ ഡോമിനന്റ് ആയ ഡിഫൻഡർ, എന്നാൽ ചെന്നൈയുടെ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന താരവും ഇദ്ദേഹം തന്നെയാണ്. ഒപ്പം ചെന്നൈയുടെ ദേശീയ നമ്പർ 10 ആയ മഹേഷൻ സിംഗും. അസാമാന്യമായ പന്തടക്കവും പൊസിഷൻ അവയർനെസ്സും ഉള്ള ഈ യുവതാരത്തിന്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസുകളും ബ്ലാസ്റ്റേഴ്സ് നന്നായി ശ്രദ്ധിക്കേണ്ടി വരും. മിഡ്ഫീൽഡിൽ മഹേഷിനൊപ്പം നൊഗ്വേര കൂടി ഡോമിനേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതും മിഡ്ഫീൽഡിൽ സ്പേസ് നൽകാതിരിക്കുന്നതും വളരെ നിർണായകമാകും. എന്നാൽ എല്ലാവരെയും പോലെ തന്നെ ചെന്നൈയിനും ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. പ്രതിരോധം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഹൈ പ്രസ് നേരിടുമ്പോൾ ടീം പതറുന്നതും ഒപ്പം പിഴവുകൾ സംഭവിക്കുന്നതും ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഫാസ്റ്റ് ട്രാൻസിഷനും ഹൈ പ്രസും ഉപയോഗിച്ചാൽ ചെന്നൈയുടെ പ്രതിരോധം തകർക്കാൻ എളുപ്പമാകും. ഫാസ്റ്റ് വിങ് പ്ലേയും ഡിഫൻസിന് പിന്നിലെ സ്പേസ് അറ്റാക്ക് ചെയ്യുകയും ചെയ്താൽ തുടക്കത്തിലെ തന്നെ ചെന്നൈയെ നമുക്ക് ബാക്ക് ഫുട്ടിലാക്കാൻ കഴിയും. അവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസരങ്ങൾ മുതലെടുക്കേണ്ടത്. നിലവിലെ ഫോം വെച്ച് തുല്യ ശക്തികളുടെ പോരാട്ടമാണ് എന്ന് ഈ മത്സരത്തെ വിശേഷിപ്പിക്കാമെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഈ മത്സരത്തിൽ മസ്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ഇരട്ടിയാകും.